ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം. ഇന്ന് രാവിലെയാണ് ശക്തമായ സ്ഫോടനങ്ങൾ നടന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇറാനെതിരെ പ്രതിരോധ ആക്രമണം നടത്തിയെന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ നീക്കം ചെയ്യുന്നതിനായി ഒരു മുൻകരുതൽ ആക്രമണമായാണ് സ്ഫോടനം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെ ഇസ്രായേലിൽ ഉടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജംഹൂരി ഏരിയ എന്നിവിടങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാൻ നഗരമധ്യത്തിൽ നിന്ന് പുക ഉയരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇറാന്റെ പ്രത്യാക്രമണം ഭയന്ന ഇസ്രായേലിൽ ഉടനീളം സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കണമെന്ന് ഇസ്രായേൽ നേരത്തെ നിലപാടെടുത്തിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ അതൃപ്തി രേഖപ്പെടുത്തുകയും സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മധ്യേഷ്യയിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസവും സംഘർഷാവസ്ഥയുമാണ് നിലനിൽക്കുന്നത്.